ഹായ് ഫ്രണ്ട്സ്, കോർലിൻ എന്ന സിനിമയുടെ കഥ കേട്ടാലോ? പിങ്ക് പാലസ് അപ്പാർട്ട്മെന്റ്സ് എന്ന പുതിയ വീട്ടിലേക്ക് അടുത്തിടെ മാതാപിതാക്കൾക്കൊപ്പം താമസം മാറിയ 11 വയസ്സുള്ള കുട്ടിയാണ് കോർലിൻ ജോൺസ്. അവളുടെ മാതാപിതാക്കൾ വളരെയധികം തിരക്കുള്ളവരും അവളെക്കുറിച്ച് അശ്രദ്ധരുമാണ്. അവർ കോർലിനെ ഒറ്റപ്പെടുത്തുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഒരു ദിവസം ഒറ്റയ്ക്ക് വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തീരുമാനിച്ചു. ആ സമയത്താണ് അവൾ ഒരു ആൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അവൻ അവളോട് കൂട്ടുകൂടാൻ തയ്യാറല്ലായിരുന്നു. അവന്റെ കൂടെ ഒരു കറുത്ത പൂച്ചയും ഉണ്ടായിരുന്നു. അവൾക്കതിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നൊരു ദിവസം അവളുടെ അയൽവാസികളെയെല്ലാം അവൾ പരിചയപ്പെട്ടു. അവളോട് കൂടാൻ ആരുമില്ലായിരുന്നു. ഒരു ദിവസം അവൾ വീടിനകത്ത് ഒരു കുഞ്ഞു വാതിൽ കാണാനിടയായി. അത് തുറക്കാൻ താക്കോൽ വേണമായിരുന്നു. അമ്മയോട് പറഞ്ഞ് താക്കോൽ സംഘടിപ്പിച്ചു. അത് തുറന്നപ്പോൾ വെറും ഇഷ്ടിക മതിലായിരുന്നു കണ്ടത്. അവൾക്ക് സങ്കടമായി. പിന്നീട് ഒരു ദിവസം അവൾ ഉറങ്ങി എണീറ്റപ്പോൾ ആ വാതിലിൽ ഒരു വെളിച്ചം കണ്ടു. അവൾ ആ വാതിൽ തുറന്ന് അതിൻ്റെ അകത്തേക്ക് നിരങ്ങി നീങ്ങി. അതിനുള്ള സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവൾ ഒരു മായാലോകത്തേക്ക് പ്രവേശിച്ചു. അവിടെ അവളുടെ വീട് പോലെ തന്നെ അവൾക്ക് ആകാംക്ഷയായി. അവൾ നേരെ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. അതാ അമ്മ എന്തോ പാകം ചെയ്യുകയാണ്. അവൾ അമ്മേ എന്ന് വിളിച്ചു. അമ്മ തിരിഞ്ഞതും അവൾ ഞെട്ടിത്തരിച്ചു പോയി. കാണാൻ അമ്മയെ പോലെ തന്നെ, പക്ഷേ കണ്ണുകളിൽ ബട്ടൺ തുന്നി പിടിപ്പിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞു, ഇത് എൻ്റെ അമ്മയല്ല, ഇത് വേറെ ആരോ ആണ്. അങ്ങനെ അവൾ അച്ഛനെ ലക്ഷ്യം വെച്ച് നടന്നു. അപ്പോൾ അച്ഛൻ റൂമിലിരുന്ന് പിയാനോ വായിക്കുകയാണ്. അച്ഛൻ തിരിഞ്ഞു. അവൾ വീണ്ടും അമ്പരന്നു. കാണാൻ ഒരുപോലെ തന്നെ. അയാളുടെ കണ്ണും ബട്ടനായിരുന്നു. അവൾ അപ്പോഴും പറഞ്ഞു, ഇത് എൻ്റെ അച്ഛനല്ല. എങ്കിലും അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തു. അവൾ വിചാരിക്കുന്ന എന്തും അവിടെ കിട്ടും എന്നായി. അവൾക്ക് ആ മായാലോകം വളരെയധികം ഇഷ്ടമായി. കാണാൻ അവളുടെ വീടും പരിസരവും പോലെ തന്നെയുണ്ടായിരുന്നു. അവളുടെ അയൽവാസികളെയെല്ലാം അവൾ അവിടെ കണ്ടു. പക്ഷെ ഒരു കാര്യം, എല്ലാവരുടെയും കണ്ണും ബട്ടൺസ് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അവളോട് കൂട്ടുകൂടി അവളെ സന്തോഷിപ്പിക്കുമായിരുന്നു. മായാലോകത്ത് വെച്ച് അവൾ കിടന്നുറങ്ങിയാൽ അവൾ എഴുന്നേൽക്കുന്നത് അവളുടെ സ്വന്തം വീട്ടിലെ കട്ടിലിലായിരുന്നു. അങ്ങനെ അവൾ അവസരം കിട്ടുമ്പോഴൊക്കെ അവിടേക്ക് ചെന്ന് ജീവിതം ആസ്വദിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം മായാലോകത്തുള്ള അമ്മ അവൾക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ അവൾ അമ്പരന്നു പോയി. അതിൽ 2 ബട്ടൺസും കൂടെ സൂചിയും നൂലുമായിരുന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നിനക്കുള്ളതാണ് ഈ ബട്ടൺസ്, ഇത് നിന്റെ കണ്ണിൽ പിടിപ്പിക്കണം. അവൾ പേടിച്ചു പോയി. എങ്കിലും അവൾ അവരോട് അത് അറിയിച്ചില്ല. അവരറിയാതെ അവൾ വേഗം ഉറങ്ങാൻ കിടന്നു. അവളാണെങ്കിൽ പേടിച്ചു വിറക്കുകയായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങി. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിചാരിച്ചു, ഭാഗ്യം, മായാലോകത്ത് നിന്നും ഞാൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അവൾ വിചാരിച്ച പോലെയല്ലായിരുന്നു കാര്യങ്ങൾ. അവൾ മായാലോകത്ത് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പേടിച്ചു റൂമിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ അടുക്കളയിൽ മായാലോകത്തെ അമ്മ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, വരൂ കോർലിൻ, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതി. അത് പറഞ്ഞതോടുകൂടി അമ്മയുടെ രൂപം മാറാൻ തുടങ്ങി. അതൊരു ചിലന്തിയുടെ രൂപമുള്ള പ്രേതമായിരുന്നു. ആ ചിലന്തി രൂപം അവളോട് പറഞ്ഞു, കോർലിൻ, നിന്റെ കണ്ണിൽ ബട്ടൺസ് ഫിറ്റ് ചെയ്ത് എൻ്റെ കൂടെ താമസിക്കലേ നിനക്ക് നിർവാഹമുള്ളൂ. നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയുകയില്ല. എന്നിട്ട് അവളെ ഒരു കണ്ണാടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് വേറൊരു ലോകമായിരുന്നു. അവിടെ അവൾ 3 കുട്ടികളുടെ ആത്മാക്കളെ കണ്ടു. ആ ആത്മാക്കൾ അവളോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങളെയും ഇവിടെ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം. പെട്ടെന്ന് ആ കണ്ണാടിയിൽ നിന്ന് അവളെ ഒരാൾ രക്ഷപ്പെടുത്തി. അവൾ നോക്കുമ്പോൾ അത് മായാലോകത്തുള്ള അവളുടെ ഫ്രണ്ടായിരുന്നു. അവൻ അവിടെ നിന്നും ആ കുഞ്ഞു വാതിൽ തുറന്ന് അവളെ രക്ഷപ്പെടുത്തി. അവൾ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ മായാലോകത്തു നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയിൽ അച്ഛനെയും അമ്മയെയും വിളിച്ചു. അവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നേരമായിട്ടും അവരെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അവൾ അയൽവാസികളുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു. അവർ പറഞ്ഞു, ഈ റിങ് നീ എടുത്തോ. റിങ്ങിലൂടെ നോക്കുമ്പോൾ മായാലോകത്തുള്ള യഥാർത്ഥ കാര്യങ്ങൾ നിനക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയ സമയത്ത് അച്ഛനെയും അമ്മയെയും കണ്ണാടിയിൽ കാണാനിടയായി. അതോടുകൂടി അവൾക്കൊരു കാര്യം മനസ്സിലായി. അവരെ ആ ചിലന്തി രൂപം കണ്ണാടിക്കുള്ളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും അവൾ ഒരു തീരുമാനമെടുത്തു. അച്ഛനെയും അമ്മയെയും ആ 3 കുട്ടികളുടെ ആത്മാക്കളെയും രക്ഷിക്കണമെങ്കിൽ ഞാൻ മായാലോകത്തേക്ക് വീണ്ടും തിരികെ പോകണം. വീണ്ടും അവൾ ആ വാതിൽ തുറന്ന് മായാലോകത്തേക്ക് പ്രവേശിച്ചു. അവൾ അവിടെ എത്തിയതും ചിലന്തി രൂപം ആ വാതിൽ അടച്ചു. അവൾ പറഞ്ഞു, ഞാൻ ബട്ടൺ വെക്കാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയെയും ആ 3 ആത്മാക്കളെയും വെറുതെ വിടണം. അപ്പോൾ ചിലന്തി രൂപം പകുതി മനസ്സോടുകൂടി അതിന് സമ്മതിച്ചു. അങ്ങനെ അവൾ മായാലോകത്ത് ഒരുപാട് അപകടങ്ങളിൽ പെട്ടുപോകും. അതിൽ നിന്നൊക്കെ ആ റിങ് ഉപയോഗിച്ച് യഥാർത്ഥ സ്ഥലം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടും. ഇന്ന് രാത്രിയോടുകൂടി 3 നക്ഷത്രക്കല്ലുകൾ കിട്ടിയാൽ ആ 3 ആത്മാക്കളെയും രക്ഷപ്പെടുത്താമായിരുന്നു. അതിസാഹസികമായി ഒരു നക്ഷത്രക്കല്ല് അവൾക്ക് ലഭിക്കും. ചന്ദ്രൻ മറയുന്നതിന് മുൻപേ ബാക്കി 2 നക്ഷത്രക്കല്ലുകൾ കൂടി ലഭിക്കണം. എങ്കിലേ അവരെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ.
അവൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട് ഈ 2 കല്ലുകളും നേടിയെടുക്കും. കൂടെ അവളെ സഹായിക്കാൻ യഥാർത്ഥ ലോകത്തെ പൂച്ചയും ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ വീണ്ടും ചിലന്തി രൂപത്തിന്റെ അടുത്തെത്തും. ചിലന്തി രൂപം അവളോട് പറയും, നീ എടുത്ത 3 നക്ഷത്രക്കല്ലുകൾ എനിക്ക് തരണം. നിന്റെ മാന്ത്രിക റിങ് എൻ്റെ കയ്യിലുണ്ട്. ഇനി നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ റിങ് തീയിലേക്ക് വലിച്ചെറിയും. അതേസമയം അവളുടെ അച്ഛനും അമ്മയും ഒരു ബോട്ടിലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അവൾ കാണും. അപ്പോൾ അവൾ ഒരു സൂത്രം പ്രയോഗിക്കും. നിനക്ക് ഞാൻ ഈ നക്ഷത്രങ്ങൾ തരാം, എനിക്ക് അതിനു പകരമായി ആ വാതിൽ തുറന്നു തരണം. ചിലന്തി രൂപം വാതിൽ തുറന്നു എന്ന് കണ്ടപാടെ അവളുടെ കയ്യിലുള്ള പൂച്ചയെ ചിലന്തി രൂപത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ പൂച്ച അതേസമയം ചിലന്തി രൂപത്തിന്റെ കണ്ണിലുള്ള ബട്ടൺസ് അഴിച്ചെടുക്കും. അതോടുകൂടി ചിലന്തി രൂപത്തിന് കണ്ണ് കാണാതെയാവും. ആ തക്കത്തിന് വേണ്ടതെല്ലാം എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടും. തിരിച്ചു വീട്ടിലെത്തിയ കോറലിൻ അവിടെ അച്ഛനെയും അമ്മയെയും കാണും. ആ വാതിലിന്റെ ചാവി അവൾ വലിയൊരു ഗർത്തത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കോറലിൻ വളരെയധികം ഹാപ്പിയാണ്. അവളുടെ കൂടെ കളിക്കാൻ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. കൂടാതെ പൂച്ചയെ അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്.